Hello friends, we will PS5 memory extend 2 TB Samsung 980 Pro and 2 TB this maximum speed is 7000 Mbps. I must PCI Gen 4 NVMe M.2 SSD. I cutting edge performance performance SSD work heatsink heatsink must fan install details setup 980 Pro Google Corsair 2 TB price on this price is price Amazon link Amazon link 4 TB support 2 TB maximum 4 TB support. Shutdown shutdown controller I will watch this TV TRRS cable headphone cable TRRS TRRS headphone headset directly connect headset connect കേട്ടോ ഇതിൽ കേൾക്കാൻ പറ്റും മാത്രമേ ഉള്ളൂ സിമ്പിൾ നേരത്തെ പറയാൻ വിട്ടുപോയതുകൊണ്ടാണ് അങ്ങനെ കൺട്രോളർ പറയാൻ കിട്ടില്ല സാധനമാണ് ഇത് നമുക്ക് മൊബൈൽ ഫോൺ കണക്ട് ചെയ്യാൻ ഇതിൽ നമുക്ക് ഇതുപോലെ വിൻഡോസ് സിസ്റ്റത്തിൽ ഇട്ടിട്ട് അതിലെ ഗെയിം കളിക്കാം അതൊക്കെ കിട്ടില്ല എന്തെങ്കിലും അതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉറപ്പായിട്ട് ചെയ്യാം അത് നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി എല്ലാം ചെയ്യട്ടെ എല്ലായിടത്തും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ സാധനം ഈ എക്സ്ബോക്സിൻ്റെ സാധനം വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലതാണ് കേട്ടോ PS4ൻ്റെ ഇത് വാങ്ങിക്കുന്നത് പക്ഷേ അതിൻ്റെ ആ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ PS5 കണക്ട് ചെയ്താലേ കിട്ടുള്ളൂ അപ്പോൾ ഇത് ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പ്ലഗ് ഊരരുത് ഊരി കഴിഞ്ഞാൽ പണി കിട്ടും അതുകൊണ്ട് നമ്മളിതിനെ എപ്പോഴും ഇതിനെ എടുക്കുമ്പോൾ ഹോമിൽ പോകും ഇതാണ് ഹോം ബട്ടൺ ഇതാണ് സെലക്ട് ചെയ്യുന്ന സാധനം ഇതിൽ ഹോം ബട്ടൺ ആ ഒരു ലെവലിൽ തന്നെ ഇതുണ്ട് പവറിൻ്റെ സാധനം കാണുന്നുണ്ട് പവർ ഞെക്കിയിട്ട് ഇതിനകത്ത് റെസ്റ്റ് മോഡ് ഉണ്ട് ടേൺ ഓഫ് ഉണ്ട് റീസ്റ്റാർട്ട് ഉണ്ട് നമുക്ക് ടേൺ ഓഫ് തന്നെ കൊടുക്കണം അത് വലിച്ചു പോയി കഴിഞ്ഞാൽ മെമ്മറി എല്ലാം കൂടി ക്രാഷ് ആവും സമയം എടുക്കും പിന്നെ ആകുമ്പോഴേക്കും ഇത് ഡാമേജ് ആവും അപ്പോൾ ഇത് ഓഫായി ഓക്കെ ഓഫായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് അൺബോക്സ് ചെയ്യാം നല്ല സീൽഡ് പാക്കാണ് യെസ് ഇത്രയും ചെറുതായിരുന്നോ എൻ്റെ മോനെ പോളി സാധനം കേട്ടോ നമ്മുടെ സിസ്റ്റത്തിലൊക്കെ ഇരിക്കുന്നത് അറിയാമല്ലോ ഇതൊക്കെ കുറച്ച് നീളമുണ്ട് 80 ആണെന്ന് 80mm ആണെന്ന് തോന്നുന്നത് 100 അല്ലേ നമ്മളിലൊക്കെ ഇരിക്കുന്നത് 80mm ആണ് അതിൻ്റെ മുകളിൽ ഹീറ്റ് സിങ്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു ഹീറ്റ് സിങ്ക് കിടില്ല കേട്ടോ ഭയങ്കര ക്യൂട്ട് സാധനം ഇതാണ് സാധനം വാവ് 2 TB Gen 4 ഓക്കെ നമുക്കിന്ന് തുറക്കാൻ വേണ്ടി ആദ്യം നമുക്ക് അൺപ്ലഗ് ചെയ്യാം എല്ലാം അൺപ്ലഗ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കാം അതായത് ഈ സാധനം അഴിക്കുന്നത് നല്ലതാണ് കൈ കൊണ്ട് അഴിക്കാം നമുക്ക് തന്നെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യം പക്ഷേ അകത്ത് സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യം വരുമായിരിക്കും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ ചുമ്മാ റിമൂവ് ചെയ്ത് മാറ്റാം അതിനുശേഷം ഇനി ഇതിനെ തുറക്കാം ഇത് തുറക്കുന്നത് കണ്ടില്ലേ ഈ ഡ്രൈവ് ഇരിക്കുന്ന ഈ ഒരു മൂടിയാണ് നമുക്ക് ഇളക്കേണ്ടത് ഇത് ഇളക്കുന്നതെന്ന് പറയുന്നത് ഇത് ഇങ്ങോട്ടാണ് വെക്കുന്നത് അതായത് ഈ സൈഡ് ഇങ്ങനെ ഉയർത്തിയിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്
അതായത് ഇവിടെ ഇങ്ങനെ ഉയർത്തിയിട്ട് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ തുറന്നു വരും. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട്. അതായത് ഇങ്ങനെ ഇരിക്കുന്നു, ഈ ഡ്രൈവിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് തുറക്കേണ്ടത്. ഇതിവിടെ ഇരിക്കുന്നു, ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഡ്രൈവിൻ്റെ ഓപ്പോസിറ്റ് ഇത്ര മതി. ഈ ഡ്രൈവിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ പൊക്കുന്നു, താക്കും, സിമ്പിൾ, തുറന്നു വന്നു. ഒന്നുമില്ല, ഭയങ്കര എളുപ്പത്തിൽ തുറന്നു വരാം. ഉണ്ടോ, ഇതാണ് നമ്മുടെ സാധനം. ആഹാ, ഇത് ഒരൊറ്റ ഒരു ഫാനാണ്, വേറെ ഒന്നും തുറക്കേണ്ട. ഇവിടെയാണ് നമുക്ക് ഡ്രൈവ് ഇടേണ്ടത്. അതിന് ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവറാണ് വേണ്ടത്. ഓക്കെ, സ്ക്രൂ ഡ്രൈവറിൽ പോലും ആ PS5-ൻ്റെ ആ ഒരു സിമ്പിൾസ് തന്നിട്ടുണ്ട് കേട്ടോ. ആ കൺട്രോളറിലുള്ള ആ ഒരു സിമ്പിൾസേ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഓ, ഇതാണ് സാധനം. ഇവിടെയാണ് ഇടേണ്ടത്. ഇവിടെ നമ്മുടെ സാധനം. ഓക്കെ, യെസ്, ഇത് മാറ്റണം. ഇത് ഓക്കെ, ആ എഴുതിയിട്ടിട്ടുണ്ട് ഇവിടെ 30, 42, 60, 80, 100. സോറി, 110. ഈ സ്ക്രൂവിനെ നമുക്ക് പയ്യെ ഇവിടെ നിന്ന് അഴിച്ച് ടേബിൾ കുറച്ച് പൊക്കാം. ഓക്കെ, അഴിച്ചെടുത്തതിന് ശേഷം ഒരു ചെറിയ ഷിമ്മുണ്ട് അതിനകത്ത്, കാണാമോ? കണ്ടില്ലേ, ഈ ഷിമ്മ് നമുക്ക് ഇതിനെ ഇങ്ങനെ നീക്കി തേറ്റിയുടെ അവിടെ വയ്ക്കണം. അതിനുശേഷം നമ്മുടെ ഈ ഹാർഡ് ഡിസ്ക് സിസ്റ്റത്തിലൊക്കെ വയ്ക്കുന്നത് പോലെ തന്നെ നമ്മൾ ഗ്യാപ്പിലേക്ക് കയറ്റി വെക്കണം. കയറ്റിയിട്ട് താക്കണം. യെസ്, ഒരു ക്ലിക്ക് ശബ്ദം കിട്ടും, അതുവരെ താക്കണം. യെസ്, കറക്റ്റ്, സംഭവം കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഓപ്പണിംഗ് ഒന്നുമില്ല, അതുകൊണ്ട് ഫാനൊന്നും ഇല്ല. തണുപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു അറിയില്ല, എന്നാലും ഇതങ്ങ് ഫിറ്റ് ചെയ്യാം. ഇത് കറക്റ്റായിട്ട് അടയും. കാരണം നമ്മൾ ഇതിന് വേണ്ടി തന്നെ പറഞ്ഞിട്ടുള്ള സാധനം ആയതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് കണക്ട് ചെയ്യുന്നതും ഇതൊക്കെ എടുത്ത് വയ്ക്കുന്നതും. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഹീറ്റ് സിങ്ക് ഇല്ലാത്ത സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അതെടുക്കരുത്. ഹീറ്റ് സിങ്ക് മസ്റ്റാണ്. ഈ കേസ് വയ്ക്കാം. ഇനി ഇതെങ്കിലും ചൂടാവുന്നുണ്ടോ എന്ന് ഞാൻ പിന്നെ നോക്കാം. തുറന്ന് നോക്കിയിട്ട് ചൂടാവുന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിയിക്കാം, കമൻറ്റിൽ ഇട്ടേക്കാം. ചൂടാവുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കൂടെടുത്ത് മാറ്റും. കൂട് മീൻസ് ഈ കവർ എടുത്ത് ഞാൻ മാറ്റും. ഓക്കെ, സെറ്റായിട്ടുണ്ട്. നമുക്ക് തിരിച്ച് വയ്ക്കാം. അതുപോലെ തന്നെ പഴയതുപോലെ ഡ്രൈവിൻ്റെ അടുത്ത് സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ആയി, കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റാൻഡ് എടുത്ത് വയ്ക്കാം. സ്റ്റാൻഡ് വെറുതെ ഇവിടെ ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ വെച്ചാൽ മതി. സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യമൊന്നുമില്ല. കണ്ടില്ല, ഇപ്പോൾ സ്റ്റാൻഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ വെടിയും പുകയൊന്നും കേട്ടില്ലെങ്കിൽ രക്ഷപ്പെട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാം. ഓക്കെ, കണക്ട് ചെയ്യാം. പവർ കൊടുത്തു, HDMI കണക്ഷൻ കൊടുത്തു, ഇഥർനെറ്റ്
ഓൺ ചെയ്യാം. വെടിയേക്കല്ലേ. ലോഗോയൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഫോർമാറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഫോർമാറ്റ് ചെയ്യണമല്ലോ. എഴുതി കാണിക്കുന്നുണ്ടോ? ഫോർമാറ്റ് ചെയ്യുക, ഫോർമാറ്റ് ചെയ്യാതിരിക്കണം. ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ എടുത്തുകൊണ്ട് പോടാമെന്നാണ് പറയുന്നത്. കറക്റ്റായിട്ട് ഫോർമാറ്റ് ചെയ്തിട്ടേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കോമഡി അല്ലേ. അതിനകത്ത് ഉള്ള സാധനങ്ങളൊക്കെ പോകുന്നത്. കാര്യം നമ്മൾ പുതിയതായിട്ട് അതിനകത്ത് പോകാനൊന്നുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഫോർമാറ്റ് ചെയ്യുക. അല്ലാതെ സിസ്റ്റത്തിൽ നിന്നൊക്കെ എടുക്കുകയാണെന്നുള്ള എനിക്ക് മനസ്സിലായല്ലോ എന്താണ് സംഭവം എന്നുള്ളത്. ഉറപ്പായിട്ട് ചെയ്യണം. ഇതെങ്ങനെ കൺട്രോൾ വർക്ക് ചെയ്യണ്ടേ? ഡോണ്ട് ഫോർമാറ്റ്. ഓക്കെ, കൺട്രോളർ കണക്റ്റ് ആയില്ലായിരുന്നു, സോറി. ഓക്കെ, ഇതാണ് സെലക്ട് ചെയ്യുന്ന ഫോർമാറ്റ്. 13%, 38. മൈ ഗോഡ്, കട്ട ഫാസ്റ്റ്. 2 TV ഫോർമാറ്റ് ചെയ്യുന്ന സമയം ആയാ. എൻ്റെ മോനെ സ്പീഡ് നോക്ക്. Gen 4 സ്പീഡ് നോക്ക്. റീഡ് സ്പീഡ് 6496. എൻ്റെ has been formatted to change the game is installed to go to settings സ്റ്റോറേജിൽ പോയിട്ട് നമുക്കത് ചെയ്യാം. ടേൺ ഓഫ് PC. ഓക്കെ, അവിടെ സെറ്റിങ്സ് കയറി നോക്കിയാൽ നമുക്ക് കയറി നോക്കാം. ഓക്കെ, റീബിൽഡിംഗ് ഡേറ്റാബേസ്. നമുക്ക് സൗണ്ട് വേണമല്ലോ. സൗണ്ട് ഇല്ലെങ്കിൽ ബോറല്ലേ. ഇത്രയും വേണ്ടല്ലേ. ഓക്കെ, സെറ്റിങ്സിനകത്ത് സ്റ്റോറേജ് കണ്ടോ. ഇപ്പോൾ നേരത്തെ M.2 സ്റ്റോറേജ് ഇല്ലായിരുന്നു. ഇതിനകത്ത് കൺസോളിൽ ഇതാണ് കാണിക്കുന്നത്. M.2 സ്റ്റോറേജിനകത്ത് 2 TB ഫുള്ള് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി 2 TB കിടപ്പുണ്ട്. USB എക്സ്റ്റേണൽ സ്റ്റോറേജ് കണക്ട് ചെയ്തിട്ടില്ല. കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കണക്ട് ആയേനെ. പിന്നെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അവർ USB ഇത് PS4 ഗെയിം നമ്മൾ USB-യിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണെങ്കിൽ അത് ഡയറക്റ്റ് കുത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് PS5 പ്ലേ ചെയ്യാൻ പറ്റും. PS4 ഗെയിംസ് ഉണ്ടെങ്കിൽ. പിന്നെ അല്ലാതെ ഉണ്ടെങ്കിൽ ടു പ്ലേ PS5 ഗെയിംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ എക്സ്റ്റൻഡഡ് സ്റ്റോറേജിൽ കോപ്പി ചെയ്തതിന് ശേഷം അത് കളിക്കുന്ന സമയത്ത് നമ്മുടെ ഇതിലേക്ക് കോപ്പി ചെയ്ത് മൂവ് ചെയ്ത് മാറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ കളിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇൻസ്റ്റലേഷൻ ലൊക്കേഷൻ PS5 ഗെയിം കണ്ടോ, നമുക്കിവിടുന്ന് മാറ്റാൻ പറ്റും. നേരത്തെ ഈ ഓപ്ഷൻ ഇല്ലായിരുന്നു. PS5 ഗെയിമും ആപ്സും എവിടെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നമുക്കിനി M.2 കൊടുക്കാം. M.2 കൊടുത്തു, അടിപൊളി. അപ്പോൾ ഇനി ഞാൻ എന്ത് ഗെയിം ഡൗൺലോഡ് ചെയ്താലും എല്ലാം M.2 2 TB ആയിക്കോളും. അപ്പം എനിക്ക് മറ്റുള്ള നമ്മുടെ സാധാരണ ഇതിൻ്റെ ഗെയിം പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യില്ലേ, സെറ്റിങ്സൊക്കെ, അതെല്ലാം സിസ്റ്റത്തിൽ കൺസോൾ സ്റ്റോറേജിലായിരിക്കും വരുന്നത്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി മാത്രം 400 GB ഫ്രീ സ്പേസ്, 400 GB ധാരാളം. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് ഗെയിമൊക്കെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക ചെയ്യാൻ കേട്ടോ. അതിൻ്റെ ഓപ്ഷൻസൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ അതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അത് ഞാൻ അല്ലാതെ സിസ്റ്റത്തിൽ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രിഫർ ചെയ്യുന്നത്. ആഗ്രഹിക്കുന്നില്ല, പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ നോക്കട്ടോ, ഷെയർ ഫാക്ടറിയിൽ നമുക്ക് തന്നെ വെച്ച് ഗെയിംസൊക്കെ റെക്കോർഡ് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഇവിടെ എഴുതി വരും കറക്റ്റ്. ആ റെക്കോർഡിൻ്റെ ഒരു ടൈം ഉണ്ടല്ലോ, അത് എഴുതി വരും. അതിനേക്കാണ് നല്ല നമുക്ക് അല്ലാതെ ചെയ്യാൻ പറ്റും. അതൊക്കെ പിന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഭവം എല്ലാം ആയിട്ടുണ്ട് ഉണ്ടല്ലേ. സ്റ്റോറേജ് 2 TB. ആപ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന M.2. അപ്പോൾ ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്. പീസ്.